നമസ്കാരം. നടനായും ഗായകനായും സംവിധായകനായും നിർമ്മാതാവുമായുമെല്ലാം മലയാളികൾക്കേറെ പ്രിയങ്കരനായ താരമാണ് പൃഥ്വിരാജ്. അദ്ദേഹത്തിന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങൾക്കെല്ലാം തന്നെ വളരെ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. 20-ാം വയസ്സിൽ മലയാള സിനിമയിൽ അരങ്ങേറിയ പൃഥ്വിരാജ് ഇന്ന് മലയാള സിനിമയിൽ കൈവയ്ക്കാത്ത മേഖലകളില്ല. തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് നീങ്ങുകയാണ് പൃഥ്വി. സംവിധായകനായ ആദ്യ ചിത്രത്തിൽ മോഹൻലാലാണ് നായകനായി എത്തിയത്. ചിത്രത്തിന്റെ 2ാം ഭാഗത്തിനായി കാത്തിരിക്കുകയാണ്. ഒരു കാലത്ത് പൃഥ്വിക്കെതിരെ നീക്കങ്ങൾ നടത്തിയവർ ഇന്ന് കരിയറിലെ താഴ്ചയിലാണുള്ളത്. മാറ്റി നിർത്താൻ പറ്റാത്ത പ്രബല ശക്തിയായി പൃഥ്വിരാജ് ഇന്ന് മാറിക്കഴിഞ്ഞു. അമ്മ സംഘടനയുടെ തലപ്പത്തേക്ക് പൃഥ്വിരാജ് വരണമെന്ന ആവശ്യം ശക്തമാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയാണ് സംഘടന നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നടൻ ധർമ്മജൻ അടുത്തിടെ പൃഥ്വിരാജിനെ വിമർശിച്ചുകൊണ്ട് നടത്തിയ പരാമർശം ചർച്ചയായിരുന്നു. ഇപ്പോഴിതാ അതിനുള്ള മറുപടി നൽകുകയാണ് മല്ലിക സുകുമാരൻ. അമ്മ സംഘടനയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രധാന താരങ്ങളിൽ നിന്നല്ല, അപ്രധാന താരങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ്. മോഹൻലാലോ മമ്മൂട്ടിയോ ജയറാമോ ദിലീപോ ഒക്കെ അറിയാതെ തന്നെ പല കഥകളും വരും. ഇതിലൊന്നും അവരെ കുറ്റപ്പെടുത്തരുത്. അവർക്ക് ഇതിലൊന്നും നേരം പോലുമില്ല. മോഹൻലാലും മമ്മൂട്ടിയും ഒന്നും എന്റെ കുഞ്ഞിനെ വേദനിപ്പിക്കാൻ ശ്രമിക്കില്ല. 3ാം ബെഞ്ചിലിരിക്കുന്നവരാണ് ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നത്. ധർമ്മജൻ പൃഥ്വിരാജിനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഒരു പരിപാടി ഉണ്ടെങ്കിൽ അതും കളഞ്ഞ് ധർമ്മജൻ അമ്മ സംഘടനയിൽ മീറ്റിംഗിന് വരുമോ? പരിപാടി ഒന്നും ഇല്ലാതെ ചുമ്മാ ഇരിക്കുന്നത് കൊണ്ടല്ലേ ധർമ്മജൻ വരുന്നത്? ധർമ്മജൻ അത് പറഞ്ഞത് നൈമിഷികമായ വികാരത്തിൽ ആളാവാനായിരിക്കും. ധർമ്മജൻ എന്നോടോ മോനോടോ ഒരു വിരോധവും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ധർമ്മജൻ എന്തുകൊണ്ടാണ് 1-2 പേരുടെ പേര് വിട്ടത്? എത്ര മീറ്റിംഗിൽ ദുൽഖർ സൽമാൻ വന്നിട്ടുണ്ട്, രമേശ് പിഷാരടി വന്നിട്ടുണ്ട്. പിഷാരടി ഇപ്പോഴല്ലേ വന്നു തുടങ്ങിയത്? സംവിധായകനായി മമ്മൂട്ടിയൊക്കെയായി അടുപ്പമായി തുടങ്ങിയതിനു ശേഷമാണ് യോഗത്തിനൊക്കെ വന്നു തുടങ്ങിയത്. നമ്മളൊക്കെ ധർമ്മജന്റെ പ്രായത്തിന് മുൻപേ അമ്മയിൽ എത്തിയവരാണ്. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ധർമ്മജൻ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. പിന്നെ പൃഥ്വിരാജ് അമ്മയുടെ തലപ്പത്ത് ഇരിക്കണമെന്ന് ലവലേശം എനിക്ക് ആഗ്രഹമില്ല. അവൻ നന്നായി അധ്വാനിക്കുന്നവനാണ്. ഇപ്പോൾ താരങ്ങളല്ല, നല്ല സിനിമയ്ക്കാണ് മാർക്കറ്റ്. ഇന്നയാൾ അഭിനയിച്ചെങ്കിലേ സിനിമ ഓടൂ എന്ന രീതിയൊക്കെ മാറി. പണ്ട് യുവാക്കളുടെ പടമൊക്കെ ഓടുമോ? നല്ല പടം വന്നാൽ നന്നായി ഓടും. നല്ല പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതിനെ മനസ്സിലാക്കാനും ആസ്വദിക്കാനും വിലയിരുത്താനും ഒക്കെ കേരളത്തിലെ ആളുകളെ കൊണ്ട് സാധിക്കും. ഇങ്ങനെ തന്നെ വേണം. ഇതൊക്കെ ഇൻഡസ്ട്രിക്ക് സഹായമാകുമെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു. അതേസമയം അമ്മയുടെ അടുത്ത പ്രസിഡന്റ് ആകേണ്ടത് പൃഥ്വിരാജ് ആണെന്ന് ഇടവേള ബാബുവും പറഞ്ഞിരുന്നു. കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരാളാണ്. കാരണം രാജുവിന് അത് കഴിയും. അതിനുള്ള കാര്യക്ഷമത ഉള്ള ആളാണ്. കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം. അതുപോലെ ചാക്കോച്ചൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടെന്നുമാണ് ഇടവേള ബാബു പറഞ്ഞത്. 3 വർഷം കൂടുമ്പോഴാണ് അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലവിലെ പ്രശ്നങ്ങൾക്ക് ശേഷം പൃഥ്വിരാജ്, ജഗദീഷ് തുടങ്ങിയവരെല്ലാം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയേക്കും എന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു.